എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചൗക്കയ്ക്ക് പോണ റൂട്ടിലുള്ള പൂങ്കുടി കപ്പേളയ്ക്ക് സമീപമാണ്. ഈ ചൗക്ക ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ കപ്പേള കഴിഞ്ഞിട്ട് കണ്ട ഇതിങ്ങനെ ഒരു പാർട്ട് കാണാം. നമ്മുടെ ഭരണാധിപന്മാരുടെ പിടിപ്പുകേട് കൊണ്ട് വന്ന ഒരു സംഭവമാണ്. ഈ റോഡിൻ്റെ ഈ വളവ് കണ്ട ഇത് വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തുന്നൊരു വളവാണ്. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടെ ഇറക്കി കെട്ടിയിട്ടുള്ള വീടിൻ്റെ ഇത് പുറമ്പോക്കാണെന്നും അതുപോലെ തന്നെ ഇത് വീട്ടു നമ്പറൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയണത്. ഇതിൻ്റെ ഇവിടെ ഒരു പോസ്റ്റ് നിൽക്കുന്നുണ്ട്, ഒരു ഇലക്ട്രിക് പോസ്റ്റ്. വലിയ അപകടം ക്ഷണിച്ചു വരുന്ന റോഡിലേക്ക് കുറച്ച് ഭാഗമുള്ളൂ നിൽക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ടേണിംഗ് ഉണ്ട്. ഈ ഭാഗം അപകടകരമാണെന്ന് ഇവിടുത്തെ നാട്ടുകാർ അപ്പാടെ പറയുന്നു. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം ഒരു 9 മണി കഴിഞ്ഞ് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. നമ്മുടെ ഇണ്ണനീൽ വായനശാലയുടെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ പോകുമ്പോൾ ടൈൽ പണിക്കാരനായിട്ടുള്ള നിക്സൺ എന്ന് പറയുന്ന ചേട്ടൻ ചാലക്കുടി ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ വാഹനത്തുമ്പോൾ, അതായിരിക്കുന്ന ആക്റ്റീവ ആ വാഹനത്തുമ്പോൾ വരായിരുന്നു വീട്ടിലേക്ക്. എതിർവശത്തു നിന്ന് CT100 SS പഴയ മോഡൽ CT100 രണ്ടുപേര് എതിർവശത്തു നിന്ന് ചൗക്ക ഭാഗത്തുനിന്ന് വരണ്ടായിരുന്നു. ഏകദേശം ഈ ഭാഗത്തായിട്ട് ഈ 2 വാഹനങ്ങളും കൂടി കൂട്ടിയിടിച്ചു. ഈ നിക്സൺ ചേട്ടൻ്റെ ഇടിയുടെ ആഘാതത്തിൽ നിക്സൺ ചേട്ടൻ അവിടെ വീണു. അദ്ദേഹത്തെ ഇവിടെ നാട്ടുകാരൊക്കെ കൂടി ആദ്യം സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്കും അവിടുന്ന് പിന്നീട് അപ്പോളോ ഹോസ്പിറ്റലിലേക്കും അപ്പോളോയിൽ നിന്ന് LF ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. ചൊവ്വാഴ്ച വൈകുന്നേരം 5:40 അദ്ദേഹം മരിച്ചു എന്ന വിവരമാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് 4 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ പുണർല നടക്കുന്നത്. ഇതിനിടയിൽ ഈ CT100 എന്ന 2 പേരെ നാട്ടുകാരും മറന്നുപോയി. മറന്നല്ല, ഈ തിരക്കിൻ്റെ ഇടയിൽ അവർ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് ഈ നിക്സൺ ചേട്ടൻ്റെ ആക്റ്റീവമേന്ന് ഒരു കാൽവിരൽ കിട്ടുകയാണ്. ഈ വിരൽ നിക്സൺ ചേട്ടൻ്റെ ആണോ എന്നുള്ളത് ഇവരെല്ലാവരും അന്വേഷിക്കുമ്പോൾ നിക്സൺ ചേട്ടൻ്റെ അല്ല. അതിനുശേഷം രാത്രി ഈ CT100 വന്നേക്കണ ആളുകൾ രാത്രി വന്ന് ഈ വിരലെടുത്ത് കൊണ്ടുപോയി. അവരെ ആരാണെന്ന് അവരെ കണ്ടുപിടിക്കാനൊന്നും ഇപ്പോഴും സാധിച്ചിട്ടില്ല. പോലീസ് FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ പറയുന്ന സംഭവം, ഈ ഭാഗത്ത് ഇനിയൊരു അപകടം നടക്കരുത്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതൊരു മരണവളവാക്കി മാറ്റരുത്. ഈ പ്രദേശത്ത് ഇതൊരു മരണവളവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ചൗക്ക റോഡിലൊരു മരണവളവ്? ഇതിൻ്റെ ആവശ്യം എന്താണ്? നാട്ടുകാർ പലവരും ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തൂപ്പൊക്കെ നിൽക്കണണ്ട, ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ തൂപ്പൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. അടിയന്തരമായിട്ട് ചെയ്യേണ്ട സംഭവം ഇതിൻ്റെ തൂപ്പുകളൊക്കെ മാറ്റി ഈ ഇലക്ട്രിക് പോസ്റ്റ്, ഇവിടെ നിൽക്കുന്ന 2 ഇലക്ട്രിക് പോസ്റ്റ് ഇവിടുന്ന് നീക്കിയിടണം. അതിനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. അതല്ലെങ്കിൽ നാട്ടുകാർ ഈ വിഷയത്തിൽ കയറി ഇടപെടണം. കാരണം ഇതൊരു മരണവളവായിട്ട് മാറി. നിങ്ങൾ ആരെങ്കിലും ഇതിൽ കൂടെ പോകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ചൗക്കയെന്ന് വരുന്നവരാണെങ്കിൽ ഈ കപ്പേള കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ടേണിംഗ് കാണാം. അപകടമാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്, അപകടമാണ്. ഈ വീട് നിർമ്മിച്ച് കൊടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഞാൻ പറയുന്നത് ഈ വീട് കിട്ടാൻ അർഹത ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയല്ല. അവർ വളരെ പാവപ്പെട്ട ആളുകളാണ്. വളരെ ദുരിതകരമായ ജീവിതത്തിൽ കൂടെയൊക്കെയാണ് ജീവിച്ചു പോണത്. ഞാൻ ഇല്ലെന്നല്ല പറയണത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന ഭാഗം നോക്കാം, ഇത് അപകടം ക്ഷണിച്ചു വരുത്തും. കാരണം ഇവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ പോസ്റ്റും ഈ തൂപ്പും കാരണം അപ്പുറത്ത് നിന്ന് വണ്ടികളെ കാണാൻ സാധിക്കില്ല. മസ്റ്റായിട്ട് അപകടം ഉണ്ട്. പ്രത്യേകിച്ച് റോഡൊക്കെ നല്ല സൂപ്പർ റോഡായിട്ട് കിടക്കുന്നത്. നല്ല സ്പീഡിലാണ് ഇവിടെ വണ്ടികൾ പോകുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ നേരത്തെ നടന്ന അപകടം തന്നെ ഈ നിക്സൺ ചേട്ടൻ കറക്റ്റായിട്ടുള്ള വേ കൂടെയാണ് വന്നിരുന്നതെന്നാണ് അദ്ദേഹം കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ കറക്റ്റ് സൈഡിൽ കൂടെ അദ്ദേഹം വന്നത്. ഒരുപക്ഷെ ഇത് ഓവർടേക്ക് ചെയ്തായിരിക്കാം ഈ എതിരെ വന്ന CT100. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇനി ആവർത്തിക്കരുത്. ഭരണാധികാരികൾ ഈ വിഷയത്തിൽ സത്വരമായ ഇടപെടൽ ഉണ്ടാകണം. ഇത് മരണവളവായിട്ട് ദയവ് ചെയ്ത് മാറ്റരുത്. ചാലക്കുടി നഗരസഭയിൽ ഇതുപോലെ മരണ ജംഗ്ഷനുകളും മരണവളവുകളും മരണവഴികളും ഒക്കെ സൃഷ്ടിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് ഈ വഴി ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളുടെ മുന്നിലെടുത്ത് കാണിക്കുകയാണ്. ഈ വിഷയത്തിൽ സത്വരമായ ഇടപെടൽ ഉണ്ടാവണം. പോസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എടുത്ത് മാറ്റണം. അതുപോലെ തന്നെ ഈ തൂപ്പിറക്കാനായിട്ടുള്ള ഇടപെടൽ ഭരണാധികാരികൾ ചെയ്യണം. ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാകരുത്, അപകടവും ഉണ്ടാവരുത്. ഞാൻ വീട്ടിൽ കിടക്കായിരുന്നു. രാത്രി ഒരു 9:30 കഴിഞ്ഞു. ആ സമയത്ത് സൗണ്ട് കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കുറേ കൂടിയിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ 2 പയ്യന്മാരാണെന്നാണ് പറഞ്ഞു കേട്ടത്. അവർ പറഞ്ഞു ഞങ്ങളുടെ വണ്ടിമേ തട്ടി എന്ന് പറഞ്ഞാൽ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുക. തിരിച്ചവർ വന്ന് വണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് വന്ന ആൾ പറഞ്ഞു, വണ്ടി എടുക്കല്ലേ, നിന്റെ വണ്ടിയല്ലേ തട്ടിയത്, എടുക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ജനങ്ങൾ കൂടിയപ്പോൾ ഇവന്മാരെ ആരും കാണാനില്ല. എവിടേക്കാ എന്താ പോയെന്നറിയില്ല. ഞങ്ങളത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇവിടെ സെൻറ്റ് ജെയിംസിൽ കൊണ്ടുപോയി. എൻ്റെ വണ്ടിയിൽ സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോളയിലേക്ക് മാറ്റിയ ആളെ നിക്സനെ അപ്പോളയിലേക്ക് മാറ്റി ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്ന് ഇവിടേക്ക് ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ നിക്സൻ്റെ വണ്ടിയുമ്പോൾ ഒരു വിരലിരിക്കുന്നു. ആ വിരലിരിക്കുന്നത് ഞങ്ങൾ എന്നിട്ട് വിളിച്ചു ചോദിച്ചു, നിക്സൻ്റെ വിരലെങ്ങാനും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിക്സൻ്റെ വിരലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ടീം ഒരു 12 മണി നേരത്ത് ബൈക്കുമ്പോൾ വന്നിട്ട് ഇവിടെ തപ്പുണ്ടായി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ടോർച്ചും കൊണ്ട് ഓടി വന്നപ്പോഴേക്കും അവർ വിരലും കൊണ്ടുപോയി. അവരാരാന്നുള്ളത് പിടുത്തം കിട്ടിയില്ല.
അവരെ അപ്പോഴേക്കും ഞാൻ ടോർച്ച് അടിച്ച് നോക്കി. ടോർച്ച് അടിച്ച് അവരുടെ വണ്ടി നമ്പറെങ്കിലും കിട്ടാൻ വേണ്ടി അവർ വരണം കൊണ്ട് വേഗം പോയി. അവൻ്റെ നിക്സൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായി, വിരൽ കൊട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് നമുക്കറിയുള്ളൂ. കാരണം വ്യക്തികൾ ആരാന്നുള്ളത് നമുക്കറിയില്ല. വണ്ടി നമ്പറുണ്ട് ഇവിടെ. വണ്ടി നമ്പർ നോക്കി കഴിഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് പോലീസിൻ്റെ കടമ. നമ്മൾ പറയാനുള്ളത് കണ്ടതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരിസരവാസികൾക്ക് പറയാനുള്ളത്, ഈ ചൗക്ക മുതൽ IBGM വരെ ഉള്ള റോഡിൽ ഏറ്റവും ഇടുങ്ങിയ ഒരു സ്ഥലം. ഈ സ്ഥലത്ത് എന്നും നിരന്തരമായിട്ട് അപകടങ്ങളുള്ളതാണ്. ഈ പോസ്റ്റ് അതേപോലെ ഈ റോഡിൽ നിൽക്കുന്ന ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് അതാണ് ഏറ്റവും ഇടുങ്ങിയത്. ഈ പോസ്റ്റും ഇവിടെ വേലി നിൽക്കുന്നുണ്ട്. ഇത് ജനങ്ങൾ അറിയണ അല്ലെങ്കിൽ മേലധികാരികൾ അറിഞ്ഞ് ഇത് മാറ്റി തരണം, അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നാട്ടുകാർ ഇറങ്ങും. ഇതിനു മുൻപ് പല ചെറിയ ചെറിയ അപകടങ്ങൾ പലതും നടന്നിട്ടുണ്ട്. പല അപകടങ്ങളും നടന്നിട്ട് ആളുകൾ ആസ്പത്രി കൊണ്ട് അത് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഇന്നാണ് ഒരു മരണം സംഭവിച്ചേക്കുന്നത്. ഇതിന് ഉത്തരവാദിയായിട്ടുള്ള വ്യക്തികൾ KCB ആയാലും വേണ്ടില്ല, മുനിസിപ്പാലിറ്റി ആയാലും അല്ലെങ്കിൽ PWD ആയാലും ഈ സ്ഥലത്തിന് വീതി കൂട്ടി ഇവിടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കണം. അതാണ് ഈ ചൗക്ക മുതൽ IBGM വരെ ഏറ്റവും വീതി കുറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ ഇടുങ്ങി കിടക്കുന്നത്. അപകടങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത് അനധികൃതമായിട്ടാണ് ഈ സാധനം അപ്പുറത്തെ ഒരു വീട് വെച്ചപ്പോൾ ചെയ്തേക്കണത്. ഇവരോട് ആ ലെവലിൽ മതിൽ കെട്ടാൻ പറഞ്ഞിട്ട് വരെ ഇവർ ചെയ്തല്ലേ. ഇവർ അതിൻ്റെ പുറത്തേക്ക് വേലി വെച്ചേക്കാം. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടറിയാം. ഇവിടെ ഇതൊരു കാരണം കൊണ്ട് ഈ മരത്തിൻ്റെ ഒരു ഇത് ഇവർ വലിച്ചു കെട്ടി ചെയ്തേക്കണം ഇവിടെ കംപ്ലീറ്റ്. അത് ആ സാധനം ഒന്ന് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അപകടങ്ങൾ വളരെയധികം കുറയും. ആ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. റോട്ടിലേക്ക് വലിച്ചിറക്കി ചെടികളും ഇതും നട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വളരെ സത്വരമായിട്ട് ഉടനെ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഈ വിഷയത്തിൽ ഭരണാധികാരികൾ ഇടപെടണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണവളവ് ചാലക്കുടി നഗരസഭയുടെ ഈ പറയുന്ന വാർഡിൽ ഒരു മരണവളവ് വേണ്ട. ഈ മരണവളവ് എന്ന് പറയുന്ന സംഗതി മാറ്റി ജനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന രീതിയിൽ ഈ റോഡ് പുനർക്രമീകരണം നടത്തണമെന്ന് ഇവിടുത്തെ നാട്ടുകാർ വളരെ ശക്തിയായിട്ട് ആവശ്യപ്പെടാണ്. അതല്ലെങ്കിൽ അവർ ഏതറ്റം വരെയുള്ള പ്രതിഷേധങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പോകാൻ ഒരുക്കമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് അവരെ ജീവനെ പേടിയുണ്ട്. കാരണം വീട്ടിലേക്ക് എത്തുമ്പോൾ ഭാര്യയും മക്കളൊക്കെ കാത്തിരിക്കുന്ന സമയത്ത് ജീവനില്ലാത്ത ജഡവുമായിട്ട് വരുന്ന ഒരു കാഴ്ച അത് തീർച്ചയായിട്ടും വളരെ വലിയ വേദനാജനകമാണ്. ഈ വിഷയത്തിൽ ഭരണാധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്ന് മാത്രമാണ് പറയുന്നത്. മരിച്ച നിക്സൺ ചേട്ടൻ്റെ ആത്മാവിന് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.